നാഷണൽ NGO കോൺഫെഡറേഷനിൽ ഉൾപ്പെട്ട സന്നദ്ധ സംഘടനയുടെ പ്രതിനിധിയായി തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്തൂകൃഷ്ണൻ കോൺഫെഡറേഷനിൽ എത്തുകയും ദേശീയ കോർഡിനേറ്റർ ആകുകയും ചെയ്തതോടെയാണ് തട്ടിപ്പുകളുടെ തുടക്കം. സന്നദ്ധ സംഘടനയുടെ പേരിൽ കൊടിയൂരിൽ ഒരു വാടക കെട്ടിടത്തിൽ ഓഫീസ് തുറന്നാണ് തട്ടിപ്പിന് തുടക്കമിട്ടത്. അനന്തൂകൃഷ്ണന്റെ സ്വദേശമായ കുടയത്തൂർ ഉൾപ്പെടുന്ന ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രം തട്ടിപ്പിൽപ്പെട്ടവർ 2000-ലേറെ പേരാണെന്നാണ് പ്രാഥമിക വിവരം. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ 100ഓളം സ്ത്രീകൾ പണം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി ഇന്നെത്തി. ഒട്ടുമിക്ക ആളുകൾക്കും 60,000-ലധികം രൂപയാണ് നഷ്ടപ്പെട്ടത്. രജിസ്ട്രേഷൻ ഫീസിനത്തിൽ 320 രൂപയും വാഹനത്തിന്റെ പകുതി വിലയായ 60,000 രൂപയും പ്രോസസ്സിംഗ് ഫീസിനായി 5,900 രൂപയുമാണ് സീഡ് സൊസൈറ്റി ഇരകളിൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. 60,000 രൂപ അനന്തൂകൃഷ്ണന്റെ അക്കൗണ്ടിലും ബാക്കി പണം സീഡ് കോർഡിനേറ്റർമാർക്ക് നേരിട്ടുമാണ് നൽകിയിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് പണം നൽകിയെങ്കിലും ഇവർക്ക് സ്കൂട്ടറോ മറ്റു ഉപകരണങ്ങളോ കിട്ടിയിട്ടില്ല. പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സീഡ് കോർഡിനേറ്റർമാർ ഭീഷണിപ്പെടുത്തിയായും പരാതിക്കാർ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് നൽകാനെന്ന പേരിൽ വളവും മറ്റു ചില കമ്പനികളിൽ നിന്ന് വാങ്ങി ഇതിന്റെ പണം നൽകാതെ ഇത് വാങ്ങിയ കമ്പനികളെയും കബളിപ്പിച്ചതായി പരാതി ഉയർന്നിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.